ഇന്നിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരു വുഡിന്റെ കമ്പനിയിൽ പൈപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എയർ കംപ്രസറിന്റെ. അപ്പോൾ നമ്മൾ സൈറ്റിനകത്ത് കയറി ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിച്ച് നമ്മൾ ടീം കൂടെ ഇരിക്കുന്നുണ്ട്. അവരോടൊരു റിവ്യൂ ചോദിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാൾ വർക്ക് തുടങ്ങാൻ കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളെ പരിപാടി? സ്റ്റാറ്റസിന്റെ പരിപാടിക്ക് ആൾ വരട്ടെ, ആൾ വന്നിട്ട് പരിപാടി പറയാൻ പറ്റുള്ളൂ. റിവ്യൂ ആയി സൈറ്റ് കണ്ടതിനൊക്കെ. സൈറ്റ് ഓക്കെയാണ്, പക്ഷെ എന്താ ചെയ്യുക, സൈറ്റിന്റെ ഉടമസ്ഥനോടില്ല. കാരണം അതങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക. വന്നു കഴിഞ്ഞാൽ ചടപട തീർത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ സൈറ്റ് ഏകദേശം ഒരു 6000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഷെഡാണ്. അത് വുഡിന്റെ കമ്പനിയാണ്. നമ്മൾ SFMCയുടെ മെറ്റീരിയലൊക്കെ ബ്ലൂ കളർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ പൈപ്പ് ലൈൻ ചെയ്യാൻ പോകുന്നത്. കംപ്രസർ ഇവിടെ വന്നിട്ടുണ്ട്. കംപ്രസർ പൊട്ടിച്ചിട്ടില്ല, പാക്കിങ്ങിൽ തന്നെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എയർ റിസീവർ ടാങ്ക്, അതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം നമ്മളതിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിൽഡിങ് ചുറ്റുഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ക്ലാമ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ റോഡ് കട്ട് ചെയ്തിട്ട് സൈസാക്കി എടുക്കണം. അതോടുകൂടി സ്പ്ലിറ്റ് ക്ലാമ്പ് കട്ട് ചെയ്യണം. നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാഷയ്ക്ക് ശരിക്കും കൂടി നല്ല പണിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണട തലമോക്കാനാ. അപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഫസ്റ്റ് വെൽഡിങ് നടത്തുന്നത്. സ്പ്ലിറ്റ് ക്ലാമ്പ് ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോകണം. സ്പ്ലിറ്റ് ക്ലാമ്പ് വെൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകുവശത്ത് ശരീക്കിൻ്റെ ബുദ്ധിയിൽ ഒരു സ്ക്രാച്ച് പോലാക്കാതെ വെൽഡ് ചെയ്തു. അതിൻ്റെ രഹസ്യം അടുത്ത വെൽഡിങ് കാണിച്ചത്. അത് കട്ടിങ് ചെയ്തിട്ട് അത് ബാക്ക് സൈഡ് വെച്ചിട്ടാണ്. ഗ്ലാസ് മേടിക്കാൻ പറഞ്ഞപ്പോൾ 10,000 ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ചെക്കാൻ വേണ്ടി. ഏകദേശം ഷെറുഖാൻ്റെ ലുക്കാണ്. ഭാഷയ്ക്ക് പറയുന്നത് ഷെറുഖാൻ്റെ അമ്മയുടെ മോനാണ് അല്ലേ? അതിനാണല്ലേ ബാക്ക് സൈഡിൽ ഒരു കട്ടിങ് വീൽ വെച്ചിട്ട് ആ വെൽഡിങ്ങിനെ പാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷെറുഖാൻ്റെ പുതിയ ടെക്നോളജിയാണ്. അങ്ങനെ ഞങ്ങൾ വർക്കിലെടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. ഇതിൽ സംസാരങ്ങളും രസകരമായ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വർക്ക് ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ എല്ലാ സ്പ്ലിറ്റ് ക്ലാമ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ നമ്മൾ ആ വെൽഡ് ചെയ്ത് ഏകദേശം ഇത്രയും ഏരിയയിലേക്ക് നമ്മൾ പൈപ്പ് ലൈൻ കൊണ്ടുപോകണം. ഇപ്പോൾ ഈ ഡോറൊക്കെ കവർ ചെയ്തിട്ട് വേണം പൈപ്പ് ലൈൻ എടുക്കാൻ. അങ്ങനെ എല്ലാ സ്പ്ലിറ്റ് ക്ലാമ്പുകളും വെൽഡ് ചെയ്തു. ഇപ്പോൾ ഡ്രസ് വർക്ക് ആയതുകൊണ്ട് അവിടെ വെൽഡ് ചെയ്തിട്ടേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ടീമൊക്കെ എല്ലാത്തിനും സെറ്റപ്പായ ടീം ആയതുകൊണ്ട് ഇങ്ങനെ ഏത് വെൽഡിങ് ആണെങ്കിൽ വെൽഡിങ് എല്ലാ പരിപാടിയും ചെയ്യണം. അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല. ഇപ്പം നമ്മൾ PPR പൈപ്പ് പൊട്ടിക്കണതിലേക്ക് വന്നു. SFMCയുടെ PPR പൈപ്പാണ്, ബ്ലൂ കളറാണ് എടുത്തത്. നമുക്ക് കംപ്രസർ നിങ്ങൾ കൊടുത്തു 1.5 മറ്റുള്ള ലൈനൊക്കെ 1 ഇഞ്ചാണ് അടിച്ച് ചെയ്തത്. ഇപ്പം SFMCയുടെ പൈപ്പിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈപ്പാണ്. പൊട്ടിക്കുന്ന സമയത്തൊക്കെ കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ അത് ഹീറ്റ് ആവുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ PPR പൈപ്പിൻ്റെ ഹീറ്റ് നോർമലി 260 ഡിഗ്രി ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്കത് ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം 256 മീറ്ററോളം പൈപ്പ് ലൈൻ നമ്മൾ ഒരു 3 ദിവസത്തെ പരിപാടിയിൽ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ട് വെൽഡ് ചെയ്ത് സെറ്റാക്കിയിട്ട്. അതേപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് 14 സ്ഥലത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ ആവശ്യമുള്ള മെഷീനാണ്. അപ്പോൾ ആ എയർ ആവശ്യമുള്ള മെഷീനറിയിലേക്ക് ഇതേപോലെ ഡ്രോപ്പ് ഇറക്കിയിട്ട് നമ്മൾ പൈപ്പ് ലൈൻ ചെയ്ത് വെച്ച് കൊടുക്കും. അത് 2 എണ്ണം അതിൽ നമ്മൾ 2 ക്ലാമ്പ് പിടിപ്പിച്ച് അവിടെ നമ്മളത് ഒരു 1.5 MTA-ൽ 1/2 ഇഞ്ച് വാൾവിൽ അതിൻ്റെ എൻഡിൽ നമ്മൾ ഒരു PU ട്യൂബ് കണ്ടിട്ട് 1/2 KTM പിടിപ്പിച്ചിട്ട് കൊടുത്തു. പിന്നെ അവർക്കത് PU ട്യൂബ് ഹോസ് ഇട്ടിട്ട് മെഷീൻ കണക്ട് ചെയ്യാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് കംപ്രസറൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുക. എയർ ടെസ്റ്റിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കും. അപ്പോൾ അവസാന പണിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഈ പ്രൊഡക്ഷൻ മെഷീനുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചതിലേക്കൊക്കെ നമ്മൾ ഈ എയർ കൊടുത്തിട്ടുള്ളത്. ഏകദേശം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവാക്കിയിട്ടുള്ളൊരു ഫാക്ടറി തന്നെയാണ്. നമ്മൾ പൈപ്പ് ലൈൻ മൊത്തം വർക്ക് കഴിഞ്ഞു. ഇങ്ങനെ ഏകദേശം എല്ലാ ഭാഗത്തും ഓടിച്ച് കാണിക്കാം. പൈപ്പ് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചൊക്കെ നമ്മളെല്ലാ ഏരിയയിലും പൈപ്പ് എത്തിയപ്പോൾ ഈ ഒരു ഫിനിഷിങ് ഉണ്ടായിരുന്നു. നല്ല വൃത്തി തന്നെ കാണാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ആ ബിൽഡിങ് ചുറ്റും പൈപ്പ് ഓടിച്ചു. അത് കഴിഞ്ഞ് നമ്മളെ എൻട്രൻസിലും ഡോറിലും ഇതൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്തെടുത്തു, റൗണ്ട് ചെയ്തെടുത്തു. ഇത് നമ്മളെ കംപ്രസറിൻ്റെ അവിടുത്തെ ലെവലിൽ ഒരു പില്ലറിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കിയിട്ടാണ് നമ്മൾ കംപ്രസറിലേക്ക് ലൈൻ കൊണ്ടുപോകും. അങ്ങനെ അവരുടെ ബാക്ക് സൈഡിൽ ഇതേപോലെ കുറച്ച് ഒരു ഒഴിഞ്ഞ ഭാഗം. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വർക്ക് വരുന്നുള്ള ലെവലിൽ അവിടേക്ക് നമ്മൾ 2 ലൈൻ അഡീഷണൽ ഇട്ട് കൊടുക്കും. ഇനി അവർക്ക് എന്തെങ്കിലും അതിൽ കൂടെ
എന്തെങ്കിലും വാഷിങ്ങോ സർവീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പൊടിയടിച്ച് കളയാൻ അങ്ങനത്തെ ഒരു പർപ്പസിനോട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ പരിപാടികൾ അവസാനിച്ചെങ്കിൽ നമ്മൾ കംപ്രസർ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് നമ്മൾ ഹൈഡ്രോളിക് ഹോസ് വെച്ചിട്ടാ. ഹൈഡ്രോളിക് ഹോസ് ഓൾറെഡി കംപ്രസറിൻ്റെ കൂടെ വന്നത്, അത് വെച്ചാണ് നമ്മളവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമ്മളെ കംപ്രസറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കണക്ട് ചെയ്തത്. കംപ്രസർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്രസറിൻ്റെ എയർ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സൗണ്ടാണ്. ഫസ്റ്റ് കംപ്രസർ വെച്ച് പിന്നെ ഹൈഡ്രോളിക് ഹോസിൽ കൂടെ നമ്മൾ റിസീവർ ടാങ്കിലേക്ക് എയർ ഫില്ലാവുന്നത്. എഞ്ചിൻ്റെ ഗേജൊക്കെ പിന്നെ നമ്മൾ വാൾവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ട്രെയിൻ ഔട്ടിൽ ഇതിലേക്ക് എയർ കയറിയിട്ട് പിന്നെ അതിന് ഔട്ട് കൊടുത്തിട്ടാണ് ഡ്രയറിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഡ്രെയിൻ ഔട്ടാണ്. നെക്സ്റ്റ് ഓട്ടോമേഷൻ ഒരു ഓട്ടോ ഡ്രെയിൻ വെച്ചിട്ട് ആ സെറ്റ് 5 പൈപ്പ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ഔട്ട് എടുത്തിട്ട് ഡ്രയറിൻ്റെ ഇന്നിലേക്ക് ഒരു ഫിൽറ്റർ വെച്ചിട്ട് വെച്ച് ആഫ്റ്റർ ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ ലൈനിലേക്ക് മെഷീൻ കൊടുക്കും. ഒരു ഇഞ്ച് 1.5 ഇഞ്ചിന്ന് 1 ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു വാൾവ് വെച്ചിട്ട് ഹൈഡ്രോളിക് മാറ്റി ചെയ്തു. എല്ലാ ഭാഗങ്ങളും പക്കയാണ്. ഇതിൻ്റെ ട്രെയിന് നമുക്ക് ടാങ്കിൻ്റെ പുറത്തേക്ക് ഇതാണ് പരിപാടി.